നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം. ഭാഗം 54 54. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കഴിഞ്ഞ എപ്പിസോഡോട് കൂടി ശ്രീമദ് ഭാഗവതത്തിലുള്ള ഭാഗവത മാഹാത്മ്യം 6 അധ്യായത്തിന് അർത്ഥം പറഞ്ഞു. ഒരു നിയോഗം അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾക്ക് 1-ാം സ്കന്ധത്തിലെ 1-ാമത്തെ അധ്യായം തുടങ്ങണം. അപ്പോൾ അതിൻ്റെ മുമ്പേ ശ്രീമദ് ഭാഗവത പാഠാരംഭ പറഞ്ഞിട്ടൊരു കുറച്ച് ശ്ലോകങ്ങളുണ്ട്. അതൊന്ന് വായിച്ചിട്ട് നമുക്ക് പോവാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഗണേശായ നമഃ. ശ്രീ ഗോപാലകൃഷ്ണായ നമഃ. ശ്രീമദ് ഭാഗവത പാഠാരംഭ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേ. വാഗീശാദ്യസുമനസഃ സർവാർത്ഥാനാമുപക്രമേ യം നത്വാ കൃതകൃത്യാ സ്യുൽസ്തം നമാമി ഗജാനനം. ഗുരുവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര. ഗുരു സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ തൽപദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശരദ് ഇന്ദു സുന്ദരരുചിശ്ചേതസി സാമേ ഗിരാദേവി അവഹൃത്യ തമസന്തതം അർത്ഥാനഖിലാൻ പ്രകാശയതു. ദോർഭിരുക്ത്വാ ചതുർഭിസ്ഫടികമണിമയീം അക്ഷമാലാം ദദാന. ഹസ്തേനേകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ. ഭാസാ കുന്ദേന്ദുശങ്കസ്ഫടികമണിനിഭാ ഭാസമാനാ സമാന. സാമേ വാഗ്ദേവതേയം നിവസതു വദനെ സർവദാ സുപ്രസന്ന. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാത്വേഷഭിജ്ഞസ്വരാട്. തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യൽ സൂരയ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ അമൃഷാ. ധാംനാ സ്വേന സദാ നിരസ്തഗുഹകം സത്യം പരം ധീമഹി. ധർമ്മപ്രോധിതകൈതവോ അത്ര പരമോ നിർമ്മത്സരാണാം സദാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വര. സദ്യോ ഹൃദ്യവരുധ്യതേ അത്ര കൃതിഭിः ശുശ്രൂഷിഭിസ്തക്ഷണാത്. നിഗമകൽപ്പതരോർഗളിതം ഫലം ശുഗമുഗാദമൃതദ്രവസംയുതം. ബിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. യം പ്രവ്രജന്തം അനുപേദം അപേദകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവേഭിനേതു സ്തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയം മുദീരയേത്. വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണുവേ നമോ വൈ ബ്രഹ്മനിധയേ വാസിഷ്ഠായ നമോ നമഃ.
മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതസ്തുന്യന്തി ദിവ്യൈസ്തവൈ വേദേ സംഗപദക്രമോപനിഷദേ ഗായന്തി യം സാമഗാഃ ധ്യാനാവസ്ഥിതതർഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുസുരാസുരഗണാ ദേവായ തസ്മൈ നമഃ. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സമ്പ്രദായകർത്തൃഭ്യോ വംശഋഷിഭ്യ പരമഗുരുഭ്യ സർവോപപ്ലവരഹിത പ്രജ്ഞാനഘന പ്രത്യഗർദ്ധോ ബ്രഹ്മൈവാഹസ്മി ബ്രഹ്മൈവാഹമസ്മി. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ ബേസിക്കായിട്ട് ഗണപതിയെ, പിന്നെ വാഗീശ്വരായിട്ടുള്ള സരസ്വതീനെ, പിന്നെ ഗുരുവിനെ, പിന്നെ ശുഖബ്രഹ്മ മഹർഷീനെ, പിന്നെ വ്യാസമുനീനെ അല്ലാതെ കണ്ട് വേറെ ഒരു ദേവതയും ഭാഗവതത്തിൽ ഉൾക്കൊള്ളാൻ പാടില്ല. എന്താ അങ്ങനെ പറഞ്ഞാൽ ബ്രഹ്മം ഒന്നേ ഉള്ളൂ. അപ്പോൾ അയ്യപ്പനും സുബ്രഹ്മണ്യനൊക്കെ ബ്രഹ്മല്ല, അവരൊക്കെ ഉണ്ടായിട്ടുള്ളവരാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് പറയുമ്പോൾ നമുക്ക് ദേഷ്യം തോന്നാനോ സങ്കടം തോന്നാനോ പാടില്ല. അപ്പോൾ പിന്നെ ഒരു ചോറ്റാനിക്കരമ്മ ഭഗവതിയെന്നോ കൊടുങ്ങല്ലൂരമ്മയെന്നോ ശരണമയ്യപ്പ എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം ബ്രഹ്മം ആണ് വലുത്. അപ്പോൾ ബ്രഹ്മമാകുന്ന സ്കന്ധത്തിൻ്റെ ശാഖകളാണ് ബാക്കിയൊക്കെ. അപ്പോൾ ശാഖകളിൽ വെള്ളം ഒഴിച്ചിട്ട് കാര്യമില്ല. ഇത് പ്രത്യേകം മനസ്സിലാക്കണം. അതിൻ്റെ ശേഷമാണ് ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം 1-ാം അധ്യായം 1-ാം ശ്ലോകം. ഇതിലിപ്പോൾ പറഞ്ഞ ആ ജന്മാദ്യസ്യ എന്നുള്ളത് വരുന്നുണ്ട്. അപ്പോൾ ഈ ജന്മാദ്യസ്യ എന്നുള്ള ശ്ലോകത്തിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവും. ജന്മാദ്യസ്യ യതോന്യയാദിതരതശ്ചാർത്ഥേഷു ഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യസ്സൂരയ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ അമൃഷാം ധാംനാ സ്വേന സദാ നിരസ്തഗുഹകം സത്യം പരം ധീമഹി. അതിൻ്റെ അർത്ഥം പറയണത്, ഇതിൻ്റെ ഉൽപ്പത്തി മുതലായത് അന്വയം ഹേതുവായിട്ടും വൃതിരേകം ഹേതുവായിട്ടും യാതൊന്നിൽ നിന്ന് ഭവിക്കുന്നു. യാതൊരുവൻ ഭൂതങ്ങളിൽ അറിവാകുന്ന സ്വരൂപമുള്ളവനായി സ്വയമേവ പ്രകാശിക്കുന്നുവോ, യാതൊരുവൻ ബ്രഹ്മാവിനായിക്കൊണ്ട് മനസ്സുകൊണ്ട് വേദത്തെ വിസ്തരിച്ചുവോ, യാതൊന്നിൽ വിദ്വാൻമാരും മോഹിക്കുന്നുവോ, അഗ്നി ജലം മണ്ണ് ഇവയ്ക്ക് തമ്മിൽ ഒന്നിനെ മറ്റൊന്നായി വിചാരിക്കുന്നത് എങ്ങനെയോ അതുപോലെ യാതൊന്നിൽ ത്രിഗുണസൃഷ്ടി മിഥ്യയല്ലാത്തതുപോലെ ഇരിക്കുന്നുവോ, സ്വമാഹാത്മ്യത്തിൽ എപ്പോഴും മായയെ അതിക്രമിച്ചും നാശമില്ലാതെയും ഇരിക്കുന്ന പരമേശ്വരനെ ഞങ്ങൾ ധ്യാനിക്കുന്നു. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ വാക്കുകളുടെ അർത്ഥം. അത് നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്ത് പിന്നെ ബാക്ക്വേഡ് ചെയ്തിട്ട് മനസ്സിലാക്കാം. ഇനി ഇതിൻ്റെ ഭാവാർത്ഥം പറയണു. ഈ ലോകത്തിൻ്റെ ഉൽപ്പത്തി, സ്ഥിതി, ലയം എന്നിവയെ അന്വയവ്യതിരേകേണ ലക്ഷണങ്ങളാൽ യാതൊന്നിൽ നിന്ന് ഭവിക്കുന്നുവോ. ഏതിൽ നിന്നാണ് ഭവിക്കുന്നത്? ബ്രഹ്മത്തിൽ നിന്ന്. ഇവിടെ ബ്രഹ്മാര മഹാവിഷ്ണു അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ. യാതൊരുവൻ കടാക്ഷമാത്രത്താൽ സകലത്തെയും ഉത്ഭവിപ്പിച്ച് രക്ഷിച്ച് പ്രളയകാലത്തിൽ തന്നിൽ തന്നെ അടക്കിക്കൊണ്ടിരിക്കുന്നുവോ. അത് വേറൊരു ദേവതമാരും ചെയ്യണില്ല. അതാണ് ഈശ്വരൻ ചെയ്യണില്ല. ദേവതമാരവിട്ടിരിക്കട്ടെ, ഈശ്വരൻ എന്ന് പറഞ്ഞാൽ അത് മഹാവിഷ്ണു. അങ്ങനെ തന്നെ പറയും. ഏകമായ പരബ്രഹ്മം തിരുവിധമായി പിരിഞ്ഞു. അതിലാണ് ബ്രഹ്മാവും ശിവനും. അപ്പോൾ സകല ഭൂതങ്ങളിലും അറിവാകുന്ന സ്വരൂപത്തോടു കൂടി. ഇതാണ് ഇതിൻ്റെ ക്രസ്റ്റ്.
അറിവാകുന്ന എല്ലാ ജീവജാലങ്ങളിലും സകല ഭൂതങ്ങളിലും അറിവാകുന്ന സ്വരൂപത്തോടുകൂടെ. അതുകൊണ്ടാണ് നിരാകാരൻ നിരാകാരൻ എന്നിങ്ങനെ വിളിച്ച് പറഞ്ഞത്. അപ്പോൾ അറിവ് സമ്പാദിക്കാതെ കണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ നടയിൽ ക്യൂ നിന്നിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ തിരുപ്പതി വെങ്കടാചലപതിയുടെ മുമ്പിൽ, അയ്യപ്പൻ്റെ മുമ്പിൽ, സുബ്രഹ്മണ്യൻ്റെ മുമ്പിൽ, ഇനി വേണ്ട, നിങ്ങളുടെ ഉദ്ദേശത്തിൽ എന്തൊക്കെയുണ്ടോ അതിലൊക്കെ അറിവ് കൂടാതെ കണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ചുമതല എന്താ? സഹജീവികൾക്ക് അറിവ് പകരുക എന്നുള്ളതാണ്. അതിന് ബ്രാഹ്മണ, ക്ഷത്ര, വൈശ്യ, ശൂദ്ര, സ്ത്രീ, പുരുഷ, നപുംസകം എന്നുള്ള വ്യത്യാസമില്ല. തീ തൊട്ടാൽ പൊള്ളും, അതൊരറിവാണ്. ദാഹിക്കുമ്പോൾ മണ്ണ് തിന്നാൻ പറ്റില്ല, വെള്ളം കുടിക്കാൻ പറ്റുള്ളൂ, അതൊരറിവാണ്. തീയിനും കാറ്റിനും അഗ്നിയോടും എതിര് നിൽക്കാൻ പറ്റില്ല, അതൊരറിവാണ്. ഇന്നല്ലെങ്കിൽ നാളെ അത് പക വീട്ടും. അതാണ് ഈ ഉരുൾപൊട്ടലൊക്കെ. അതിനിപ്പോൾ നമ്മൾ എന്ത് സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടും യാതൊരു കാര്യമില്ല. അപ്പോൾ അറിവാകുന്ന സകല ഭൂതങ്ങളിലും അറിവാകുന്ന സ്വരൂപത്തോടു കൂടെ അന്യാപേക്ഷ കൂടാതെ കണ്ട്. അപേക്ഷിക്കാം, ഉപേക്ഷിക്കരുത്, അത് അറിവാണ്. ഒരാൾക്ക് ആരോടും അപേക്ഷിക്കാം, പക്ഷെ ആരെയും ഉപേക്ഷിക്കാൻ പാടില്ല. അപ്പോൾ അന്യാപേക്ഷ കൂടാതെ സ്വയമേവ പ്രകാശിച്ചുകൊണ്ട്, എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ സ്വയമേവ പ്രകാശിച്ചുകൊണ്ട് യാതൊരുവൻ എപ്പോഴും ഇരിക്കുന്നുവോ ആരാ? ജീവൻ. അതാണ് ജീവൻ, അതാണ് ബ്രഹ്മം. ആ ജീവനെ അറിയുന്നതാണ് ആത്മാവായിട്ടും പരമാത്മാവായിട്ടും പരബ്രഹ്മമായിട്ടും അറിയുന്ന അറിവാണ് ഈശ്വരൻ. അല്ലാണ്ട് ഈശ്വരൻ കല്ലല്ല. കല്ലിൽ ഈശ്വരനെ കാണാം, കുഴപ്പമൊന്നുമില്ല. കല്ലിൽ ഈശ്വരനെ കാണാൻ ആർക്കേ കഴിയുള്ളൂ? സ്വയം പ്രജ്വലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചൈതന്യം ഏതൊരു വസ്തുവിലുണ്ടോ അതിനെ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അമ്പലത്തിൽ പോയിട്ടില്ലെങ്കിലും എതിരെ വരുന്ന ഒരാളെ തൊഴും, നമസ്കാരം എന്ന് പറയും. കാരണം എന്താ? ആ വ്യക്തിയുടെ ഉള്ളിലുള്ള ബ്രഹ്മചൈതന്യത്തിനെയാണ് നമ്മൾ തൊഴണത്. അതിനെ തൊഴാതെ കണ്ട് തല തിരിച്ചും തല മറിച്ചും തല കുമ്പിട്ടിട്ടും തല മേപ്പിട്ട് നോക്കിയിട്ടും കടന്നുപോയി മഹാവിഷ്ണുവിൻ്റെ ബിംബത്തിനെ തൊഴുതിട്ട് കാര്യമില്ല. ഇത് മനസ്സിലാക്കുക. ഇതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവിടെ അച്ഛൻ, അമ്മ, അമ്മായിയമ്മ, അമ്മായിയച്ഛൻ, ജ്യേഷ്ഠൻ, അനിയൻ, ചേട്ടത്തി, അനിയത്തി, വീട്ടിൽ വരുന്ന പണിക്കാർ എല്ലാവരും ബ്രഹ്മാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അവരവരുടെ കർമ്മഫലം കൊണ്ടാണ് അവർ ആരാവണത്? അനിയനും ഏട്ടനും അമ്മായിയമ്മയും നാത്തൂനും പിന്നെ മെയ്ഡ് സെർവൻറ്റും മെയിൽ സെർവൻ്റൊക്കെ ആവണത്. അപ്പോൾ ഈ സ്വയമേവ പ്രകാശിച്ചുകൊണ്ട് യാതൊരുവൻ എപ്പോഴും ഇരിക്കുന്നുവോ. നമ്മൾ ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുകയാണ് ചൈതന്യം. നമ്മൾ ഉറങ്ങുമ്പോൾ ചൈതന്യം ഉറങ്ങിപ്പോയി, അല്ലെങ്കിൽ ചൈതന്യം വിട്ടുപോയി. എന്താർത്ഥം? വടിയായി എന്നർത്ഥം. എന്താ വടിയായി എന്ന് പറഞ്ഞാൽ? ശവമായി എന്ന് തന്നെ മലയാളത്തിൽ. അതുകൊണ്ടാണ് പറഞ്ഞത് എപ്പോഴും ഇരിക്കുന്നുവോ. ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്ന 3 അവസ്ഥകളെയും കടന്ന്. എന്താ ജാഗ്രത എന്ന് പറഞ്ഞാൽ? ഉണർന്നിരിക്കുക. സുഷുപ്തി എന്ന് പറഞ്ഞാൽ എന്താ? സ്വപ്നം എന്ന് പറഞ്ഞാൽ എന്താ? ജാഗ്രതയും അല്ല സുഷുപ്തിയും അല്ല. എന്തൊക്കെയോ നടന്നതോ നടക്കാത്തതോ ആയിട്ടുള്ള, ആഗ്രഹിച്ചതോ ആയിട്ടുള്ള കാര്യങ്ങൾ, സ്ഥലങ്ങൾ നമ്മൾ ഉറക്കത്തിൽ ദർശിക്കുക. അതാണ് സ്വപ്നം. അതിന് സത്യമുണ്ടോ? ഇല്ല, അത് സത്യമില്ല. കാരണം എന്താ? അത് ഒരു ഭ്രമാണ്. സ്വപ്നം ഒരു ഭ്രമാണ്. സ്വപ്നത്തിൽ ലോട്ടറി അടിച്ചു എന്ന് നമ്മൾ കാണണം. അല്ലെങ്കിൽ വൈകാരികമായിട്ട് കാമുകീനെ കണ്ടു ആലിംഗനം ചെയ്യണമെന്ന് തന്നെ സ്വപ്നം കണ്ടു വിചാരിക്കുക. അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ശരീരം ക്ഷീണിക്കാന്നല്ലാതെ കണ്ട്. അപ്പോൾ ആധ്യാത്മികത്തിൽ സ്വപ്നത്തിന് വെയിറ്റേജ് ഇല്ല. അപ്പോൾ ഇന്ന് ഗുരുവായൂരമ്പലത്തിലും മറ്റ് ക്ഷേത്രങ്ങളിലൊക്കെ നടന്നു വരുന്ന പല പ്രചരണങ്ങളും മിഥ്യകളാണെന്നുള്ളത് വരും. മിഥ്യകളാണ്. അതുകൊണ്ടാണ് വളരെ ജാഗ്രത, സ്വപ്നം, സുഷുപ്തി നന്നായിട്ട് ഉറങ്ങുക. ബോധമില്ലാണ്ട് ഉറങ്ങുന്ന സമയത്ത് വിവസ്ത്രനായി, ലജ്ജയില്ല.
ലജ്ജ എപ്പോഴേ ഉള്ളൂ? ജാഗ്രതയിൽ. എന്നാൽ ജാഗ്രതയിൽ കള്ളു കുടിച്ചവന് വസ്ത്രം അഴിഞ്ഞു പോയാൽ പ്രശ്നമുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ തോക്കിൻ്റെ മോനയിൽ വിവസ്ത്രയായിട്ട് റോട്ടിൽ കൂടെ നടത്തുന്ന വീഡിയോസ് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ആ തോക്കിൻ്റെ മുനയിൽ തോക്ക് പിടിച്ച് നടക്കുന്നവന് ലജ്ജയുണ്ടോ? ഇല്ല. അവൻ അഹങ്കാരം കൊണ്ടാണ്. മറ്റേ സ്ത്രീക്ക് ലജ്ജ ഇല്ലാഞ്ഞിട്ടില്ല, പിന്നെയോ ജീവൻ പണയം വെച്ചിട്ടാണ് നടക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഏറെക്കുറെ കാര്യം മനസ്സിലാകുമോ എനിക്കറിയില്ല. അപ്പോൾ ഈ ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്ന 3 അവസ്ഥകളെയും കടന്ന് സദാ അറിവ് രൂപമായി യാതൊരുവൻ വിളങ്ങുന്നുവോ? 50-60 വർഷം മുമ്പേ വേർപിരിഞ്ഞ ആൾക്കാരെ പരസ്പരം ആശ്ലേഷിക്കണോ, പേര് പറയണോ, ഓർമ്മ വയ്ക്കണോ? ആരാണത് തരുന്നത്? സദാ ഉണർന്നുകൊണ്ടിരിക്കുന്ന ജീവാത്മാവ്, പരബ്രഹ്മം. അല്ലാണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് അല്ലല്ലോ മെസ്സേജ് വരുന്നത്, അയ്യപ്പനിൽ നിന്നല്ലല്ലോ, സുബ്രഹ്മണ്യനിൽ നിന്നല്ലല്ലോ, വെങ്കടാചലപതിയിൽ നിന്നാണോ? അല്ല. അല്ലെങ്കിൽ നമ്മുടെ അച്ഛനും അമ്മയും ശവകുടീരത്തിൽ ഉറങ്ങുന്ന അവരാണോ നമുക്ക് പറഞ്ഞു തരുന്നത്? അല്ല. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, അവരവർക്ക് ബ്രഹ്മത്തിന് പ്രകടമാവണമെങ്കിൽ ഒരു ജീവൻ വേണം, അല്ല ഒരു ശരീരം വേണം. ആ ശരീരമാണ് ഞാനും നിങ്ങളും. പക്ഷെ ആ ശരീരത്തിലുള്ള ബ്രഹ്മ തേജസ്സിനെയാണ് നമ്മൾ വണങ്ങുന്നത്, ശരീരത്തെയല്ല. അപ്പോൾ ശരീരത്തിനെ മിനുസപ്പെടുത്താനല്ല നമ്മൾ ശ്രമിക്കേണ്ടത്. പിന്നെയോ ശരീരത്തിലുള്ള തേജസ് ബ്രഹ്മമാണെന്ന് അറിഞ്ഞ് എല്ലാവരെയും സ്നേഹിക്കുക, ആദരിക്കുക, ബഹുമാനിക്കുക. അപ്പോൾ ഈ ഒരു ശ്ലോകം പഠിച്ചാൽ തന്നെ ഭാഗവതം പഠിച്ചു. പക്ഷേ ആൾക്കാർ ഭ്രമിച്ചിരിക്കുകയാണ്. അതിനാണ് ലക്ഷോപലക്ഷം ചക്രവർത്തിമാരുടെ, ബ്രാഹ്മണരുടെ, അല്ലെങ്കിൽ വൈശ്യന്മാരുടെ, അല്ലെങ്കിൽ ശൂദ്രന്മാരുടെ കഥകൾ ഇതിൽ പറഞ്ഞ് നമ്മൾക്ക് മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുന്നത്. ശ്രദ്ധിക്കുക. അപ്പോൾ യാതൊരുവൻ വിളങ്ങുന്നുവോ? ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ സങ്കല്പശക്തിയാൽ യാതൊരുവൻ വേദത്തെ പ്രകാശിപ്പിച്ചുവോ? അപ്പോൾ അനന്തശായിയായിരിക്കുന്ന മഹാവിഷ്ണു തൻ്റെ സങ്കല്പശക്തി കൊണ്ടാണ് ബ്രഹ്മാവിന് വേദം പറഞ്ഞു കൊടുത്തത്. അല്ലാണ്ട് ഇമെയിലിലല്ല, അല്ലെങ്കിൽ ടെക്സ്റ്റ് ഫോർമാറ്റിലല്ല, കളർ പ്രിൻ്റിലല്ല, കോളാമ്പി വെച്ചിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയത്. സങ്കല്പശക്തി. ആ സങ്കല്പശക്തി എവിടെയാണ് നടക്കുന്നത്? മനസ്സിൽ. പക്ഷേ മനസ്സ്, ഈ ആത്മാവില്ല, ജീവനില്ലാത്ത ശരീരത്തിൽ സങ്കല്പം നടക്കുമോ? ഇല്ല. അപ്പോൾ സങ്കല്പം നടക്കണമെന്നുണ്ടെങ്കിൽ ഏതൊരു ശക്തിവിശേഷം വേണം? ആത്മീയ ചൈതന്യം വേണം. അപ്പോൾ സദ്വിദ്യ ഉള്ളവന് മാത്രമല്ലേ നല്ലത് സങ്കല്പിക്കാൻ പറ്റുള്ളൂ. അതെ. അപ്പോൾ മറ്റുള്ളവരുടെ പതനം ആഗ്രഹിക്കണം എന്നുള്ള കഥാപാത്രമാണ് ദുര്യോധനൻ, പ്രത്യേകിച്ച് പാണ്ഡവന്മാരുടെ. അപ്പോൾ ആ ദുര്യോധനാദികളുടെ മനസ്സിലുള്ള, അല്ല ശരീരത്തിലുള്ള ചൈതന്യം എന്തു ചെയ്യണു? കാമക്രോധ മത മത്സര ലോഭ ഭയാദികളിൽ കൂടെ പ്രതികരിക്കണം. അതിന് അദ്ദേഹത്തിന് അവസാനം എന്താ കിട്ടിയത്? മരണം. അല്ലേ? അങ്ങനല്ലേ? അതുകൊണ്ടാണ് പറഞ്ഞത്, ബ്രഹ്മാവിൻ്റെ ഹൃദയിൽ സങ്കല്പശക്തിയാൽ യാതൊരുവൻ വേദത്തെ പ്രകാശിച്ചുവോ. വേദം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തിരിച്ചിട്ട ദേവൻ, ഈശ്വരൻ, എൻ്റെ ദേവൻ, അല്ലേ? അപ്പോൾ ആ വേദം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അറിവിനെയാണ് പ്രകാശിപ്പിച്ചത്. അല്ലാതെ കൊണ്ട് കോഴിയെ കൊല്ലാനും കഞ്ചാവ് വലിച്ചോളാനും ബംബം പോലോ എന്ന് പറയാനും, അല്ലെങ്കിൽ നാടൻ ചാരായം ഉണ്ടാക്കിയിട്ട് നേദിക്കാനൊന്നല്ല പറഞ്ഞത്. അപ്പോൾ യാതൊരുവനെ അറിയുവാൻ കഴിയാതെ ബ്രഹ്മാദികളായ വിദ്വാൻമാർ കൂടെ മോഹിക്കുന്നുവോ? ആരെയും അറിയേണ്ടത്? ഉള്ളിലുള്ള ചൈതന്യത്തിനെ അറിയാൻ ബുദ്ധിമുട്ടുണ്ടവർക്ക്. കാനലിൽ ജലം പോലെയും. അതായത് ഇപ്പോൾ റോട്ടിൽ കൂടെ പോവാണ്, റോട്ടിൽ കൂടെ പോകുമ്പോൾ ദൂരത്ത് വെള്ളം തിളച്ച് ആവിയായിട്ട് കാണും.
പക്ഷേ അത് കുടിക്കാൻ പറ്റുമോ? ഇല്ല. കാനൽ ജലം കുടിക്കാൻ പറ്റില്ല. അതൊരു പ്രതിഭാസമാണ്. അപ്പോൾ കാനലിൽ ജലം പോലെയും കാചാദികളിൽ പ്രകാശരൂപമായ അഗ്നി പോലെയും. കാചാദികൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മിന്നുന്നതെല്ലാം പൊന്നല്ല. കാക്കപ്പൊന്ന് ഒരു 10 തന്നാൽ പറ്റുമോ? നമുക്ക് ആവശ്യമുണ്ടോ? വേണ്ട. കാക്കപ്പൊന്ന് നമ്മൾ ഉപയോഗിക്കില്ല. അപ്പോൾ കാചാദികൾ കണ്ടാൽ വെളുത്തിരിക്കും, അല്ലെങ്കിൽ മഞ്ഞ നിറമുള്ളതൊക്കെ സ്വർണ്ണമാണോ? അല്ല, അല്ലേ? അപ്പോൾ നമ്മൾ വിഷുവിന് എന്തുകൊണ്ടാണ് കൊന്നപ്പൂവ് വയ്ക്കുന്നത്? അതൊരു പ്രതീകമാണ്. എന്തിൻ്റെ പ്രതീകം? സ്വർണത്തിൻ്റെ പ്രതീകമാണ്. അതിന് നമ്മൾ ഒരു കൊന്നപ്പൂവിൻ്റെ കൊമ്പിന് 10 റുപ്യ എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ വിൽക്കുന്നുണ്ട്, നമ്മളത് വാങ്ങുന്നുണ്ട്. ആരാ ശുംഭന്മാർ? ആ കുട്ടികളും അറിവില്ലാണ്ട് ചെയ്യണു, നമ്മളും ശുംഭന്മാരായിട്ട് ശുംഭത്വം കൊണ്ട് നമ്മളത് വാങ്ങണം. അപ്പോൾ കാചാദികളിൽ പ്രകാശരൂപമായ അഗ്നി പോലെയും ഭൂവികാരത്തിൽ ജലം പോലെയും സത്യമായ ഏതൊരു രൂപത്തെ ആശ്രയിച്ചിട്ട് ത്രിഗുണ സൃഷ്ടി. ഏതാ ത്രിഗുണ സൃഷ്ടി? തമസ്, രജസ്, സാത്വികം. തമോ ഗുണം, രജോ ഗുണം, സാത്വിക ഗുണം. അപ്പോൾ ത്രിഗുണം അത് പ്രകൃതിയുടെയാണ്. പക്ഷേ ഈശ്വരൻ്റെയോ? ഈശ്വരൻ്റെ ഗുണം ആനന്ദം, പരമാനന്ദമാണ്. ഈശ്വരൻ്റെ ഗുണം തമോ അല്ല. അപ്പോൾ തമോ ഗുണത്തിൽ ഈശ്വരനെ ആരാധിച്ചിട്ട് കാര്യമില്ല. രജോ ഗുണത്തിൽ കോഴി വെട്ടിയിട്ടും ആട് വെട്ടിയിട്ടും കാര്യമില്ല. അപ്പോൾ ഈ കോഴിവെട്ടിൻ്റെയും ആടുവെട്ടിൻ്റെയും ഒരു പ്രതീകമാണ് ഏത്? ഈ ഗുരുതി തർപ്പണം. അപ്പോൾ ഗുരുതി തർപ്പണം അല്ല. മഹാവിഷ്ണുവിന് എന്തുകൊണ്ട് ഗുരുതി തർപ്പണം പറയണില്ല? മഹാവിഷ്ണു സർവ ജീവജാലങ്ങളിൽ ഇരിക്കുന്നുണ്ട്. താമരപ്പൂവാണ് അവിടെ ആവശ്യം. താമരപ്പൂവ് എന്തിൻ്റെ പ്രതീക? വിശുദ്ധിയുടെ പ്രതീകമാണ്. അപ്പോൾ ഈ ഒരു ബേസിക് എലിമെൻറ്റ്സ് നമ്മൾ പഠിക്കാതെ കണ്ട് നമ്മൾ കണ്ണടച്ച് നാരായണീയം ജപിച്ചിട്ട് സഹസ്രനാമം ജപിച്ചിട്ട് എന്താ കാര്യം? ഡൗൺ ടു എർത്ത്. നമ്മൾ ആദ്യം ഡൗൺ ടു എർത്തിലേക്ക് ഇറങ്ങി വരണം. എന്നിട്ട് കാല് ഭൂമിയിൽ ഉറച്ചിട്ട് വേണം കൈ നീട്ടാൻ, ആകാശത്തേക്ക് കൈ നീട്ടാൻ. ഭൂമിയിൽ കാലുറയ്ക്കാണ്ട് കൈ നീട്ടിയാലത്തെ സ്ഥിതി എന്താ? വീഴും നമ്മളല്ലേ? ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈ വള്ളിച്ചാട്ടം, കയറുചാട്ടം, അപ്പോൾ നമ്മൾ ഒരു കാലിൽ ചെയ്യണതുണ്ട്, 2 കാലിലും ചെയ്യുന്നുണ്ട്. അത് എത്ര നേരത്തിന്? ഭൂമിയിൽ നിന്ന് 2 കാലും ഉയർത്താൻ നമ്മൾക്ക് എത്ര സാധിക്കുള്ളൂ? ഒരു സ്പ്ലിറ്റ് സെക്കൻഡ്. ശരിയോ തെറ്റോ? നിങ്ങൾക്ക് നിങ്ങളുടെ കമൻസ് എനിക്ക് അറിയിക്കാം. 9495005059 9495005059. അപ്പോൾ ത്രിഗുണ സൃഷ്ടി സത്യമെന്ന പോലെ കാണപ്പെടുന്നുവോ? അത് നമ്മൾക്ക് തോന്നുകയാണ്. ഏത്? സത്യമെന്ന പോലെ സത്യമല്ല. ഗുരുതി കഴിച്ചാൽ നമ്മുടെ പാപങ്ങൾ തീർന്നു. അതാണ് പറഞ്ഞത്. നമ്മൾക്ക് പലതും ഇന്ന് നമ്മൾ നടത്തി വരുന്ന പലതും തെറ്റാണെന്ന് തോന്നും. ശ്രീകൃഷ്ണൻ അല്ലെങ്കിൽ ഭാഗവതത്തിൽ എവിടെയെങ്കിലും ഗുരുതി തർപ്പണം ചെയ്തതായിട്ട് കേട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ കുറച്ച് അറിവുള്ള ആൾക്കാർ കുറേ അറിവില്ലാത്ത ആൾക്കാരുടെ പ്രീതി നേടാൻ വേണ്ടി അറിവിനെ വളച്ചൊടിച്ചു. അതാണ്. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം തോന്നുന്നുണ്ടോ എനിക്കറിയില്ല. ദേഷ്യം തോന്നിയിട്ട് കാര്യമില്ല. അപ്പോൾ സത്യമെന്ന പോലെ കാണപ്പെടുന്നുവോ? സ്വപ്രകാശമഹിമയാൽ. സ്വർണം നല്ലതാണ്. സ്വർണത്തിനും പിച്ചളേനും വേർതിരിക്കുന്ന വസ്തു എന്താ? അറിവല്ലേ? ഏതാണ് സ്വർണം, ഏതാണ് പിച്ചള? അറിവല്ലേ? അതറിയുന്ന ആൾ മരിച്ചു പോയാൽ അയാളുടെ ശവകുടീരത്തിൽ പോയി ചോദിച്ചാൽ സമയം കിട്ടുമോ? അല്ല, നമുക്ക് ആൻസർ കിട്ടുമോ? ഇല്ല.
കാരണം എന്താ? ആ ആളിൽ സ്വയം പ്രകാശം ഇല്ല. ആ സ്വയം പ്രകാശ വസ്തുവാണ് ബ്രഹ്മം, അതാണ് ഈശ്വരൻ. അതുകൊണ്ടാണ് ഈശ്വരൻ നിരാകാരനാണെന്ന് പറഞ്ഞത്. അപ്പോൾ സ്വപ്രകാശമഹിമയാൽ ചിജ്ജടരൂപമായ സർവത്തെയും ജഡരൂപങ്ങളെ കണ്ട് അതിൽ മോഹിക്കണ്ട എന്ന് പറയണത് ആരാ? അറിവ്. ആ അറിവ് എവിടുന്ന് വരുന്നു? സ്വപ്രകാശമഹിമയിൽ നിന്ന്. അതിക്രമിച്ച കാലത്രയത്തിലും നാശമില്ലാതെ. ഏതാ കാലത്രയം? ഈ പറഞ്ഞ സ്വപ്നം, സുഷുപ്തി, ജാഗ്രത്, കാലത്രയം. അല്ലെങ്കിൽ ഭാവിയും ഭൂതവും, ഭൂതകാലവും ഭാവികാലവും നമ്മൾ എപ്പോഴാണ് പറയണത്? വർത്തമാനകാലത്തിൽ. അപ്പോൾ വർത്തമാനകാലം മാത്രമല്ലേ ഉള്ളൂ. ഇന്നലെ ഞാൻ അനുഭവിച്ചതും നിങ്ങൾ അനുഭവിച്ചതും സത്യമാണ്. നാളെ അനുഭവിക്കാൻ പോകുന്നതും സത്യമാണ്. പക്ഷേ നാളെയും ഇന്നലെയും സത്യത്തിൽ നടക്കുന്നത് എവിടെയാണ്? വർത്തമാനകാലത്ത്. അപ്പോൾ കഴിഞ്ഞുപോയ ദുഃഖത്തെയും വരാൻ പോകുന്ന ദുഃഖത്തെയും പറ്റി നമ്മൾ സംസാരിക്കാൻ പാടില്ല. വർത്തമാനകാലത്ത് ആനന്ദിക്കുക. അത് പ്രകൃതിയുടെ ഗുണമല്ല, അത് ഏതിൻ്റെ ഗുണമാണ്? ഈശ്വരൻ്റെ ഗുണം. അപ്പോൾ ആ ആനന്ദത്തിന് സൂപ്പർലേറ്റീവ് ഡിഗ്രി മാത്രമേ ഉള്ളൂ, പരമാനന്ദം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആനന്ദത്തിലിരിക്കുക. അപ്പോൾ നാശമില്ലാതെ വിളങ്ങുന്നവൻ യാതൊരുവനോ സർവകാരണ അകാരണ സ്വരൂപം, കാരണവും അകാരണവും അകാരണ സ്വരൂപനായ ആ ഈശ്വരനെ ഞങ്ങൾ ധ്യാനിക്കുന്നു എന്നാണ് വാക്ക്. ഈശ്വരൻ എന്താ ചെയ്യേണ്ടത്? ധ്യാനിക്കുന്നു. അപ്പോൾ ധ്യാനിക്കുന്നതിൻ്റെ മുമ്പെയാണ് ഏത്? ഈ വന്ദനം, പ്രദക്ഷിണം, നമസ്കാരം ഒക്കെ, അഭിഷേകങ്ങൾ, അല്ലേ? ആലോചിച്ച് നോക്കൂ. അപ്പോൾ ആ ഈശ്വരനെ ഞങ്ങൾ ധ്യാനിക്കുന്നു എന്നാണ്. ആ ഈശ്വരനെ ഒരു 50 ആൾ കൂടിയിട്ട് പഞ്ചവാദ്യം ചെയ്തു എന്നോ മേളം കൊട്ടിയെന്നോ ഇല്ല. അപ്പോൾ പഞ്ചവാദ്യവും മേളവും ഇല്ലാത്ത ക്ഷേത്രം ഏതാ? നമ്മുടെ മനസ്സിലുള്ള ഈശ്വരനെ ആരാധിക്കാൻ എന്ത് ചെയ്താൽ മതി? നമ്മുടെ ബുദ്ധിനെ ഏകാഗ്രതയിൽ അകത്തെന്ത് സംഭവിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അകത്താണ് കാണേണ്ടത്. അകത്ത് നമുക്ക് എന്ത് വേണമെങ്കിലും കാണാം. കാമുകനെയും കാമുകിയെയും അകത്തല്ലേ കാണുന്നത്? പുറത്താണോ കാണുന്നത്? നമ്മളെ ഭത്സിച്ച, നമ്മളെ ഉപദ്രവിച്ചവരുടെ മേലുള്ള ദേഷ്യം നമ്മൾ എവിടെയാണ് കാണിക്കണത്? നമ്മുടെ മനസ്സിലല്ലേ? നമ്മളെ ഭത്സിച്ചവരുടെ പേര് കേൾക്കുമ്പോഴേക്കും നമ്മൾ കല്ലി തുള്ളുന്നില്ലേ? അതുകൊണ്ട് നമുക്ക് വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പ്രേമസ്വരൂപനായിരിക്കുന്ന ഭഗവാനെ, അറിവാകുന്ന ഭഗവാനെ നമ്മൾ ധ്യാനിക്കണം. അതിന് 10 പൈസ ചെലവില്ല. അതുകൊണ്ട് ആ ഈശ്വരനെ ഞങ്ങൾ ധ്യാനിക്കുന്നു. സർവത്തിനും മൂലകാരണവും അധിഷ്ഠാനവുമായ ബ്രഹ്മത്തിൻ്റെ ലക്ഷണമാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇത്രയും നേരം 28 മിനിറ്റിൽ ഒരു 25 മിനിറ്റ് പ്രതിപാദ്യം എന്തിനെ പറ്റിയിട്ടാണ്? ബ്രഹ്മത്തിൻ്റെ ലക്ഷണങ്ങൾ, അധിഷ്ഠാനവുമായ ബ്രഹ്മത്തിൻ്റെ ലക്ഷണമാണ്. ഇതിൽ നിന്ന് വ്യതിചലിച്ചാൽ നമ്മൾ ആരും ആവില്ല, ആശ്രയവും. ഇതിൽ ഇരുന്നു കൊണ്ട്, ഇതിനെ വ്യാപരിച്ചുകൊണ്ട് ശ്രേഷ്ഠമായിട്ടുള്ള ഉയരങ്ങളെ കീഴ്പ്പെടുത്തുമ്പോൾ നമ്മൾ ആരാവും? ബ്രഹ്മാവും. അതാണ് അഹം ബ്രഹ്മാസ്മി, അയമേവ ബ്രഹ്മം പ്രജ്ഞാനം ബ്രഹ്മ സത്തത്വമസി എന്നുള്ളതിൻ്റെ ഒക്കെ അർത്ഥം അതിൽ വന്നു. അപ്പോൾ അതോടുകൂടി ആയില്ല. എനിക്ക് തോന്നുന്നത് ഈ ഒരു ശ്ലോകത്തിനെ പറ്റി എത്ര എനിക്കറിയില്ല, 3, 4, 7, 5, 7 പേജല്ല, 7 ഏടുകൾ, 14 പേജാണ്. വെരി ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ പറഞ്ഞു, ശ്രീ വ്യാസമുനിയുടെ ഉത്തരമീമാംസ എന്ന സുപ്രസിദ്ധമായ ബ്രഹ്മസൂത്രം കൊണ്ടൊരു ഗ്രന്ഥമുണ്ട്. 1.5 ശ്ലോകങ്ങളാണ്.
അതിലെന്താ പ്രതിപാദിക്കണേ? ഉത്തരമീമാംസ 1-ാം അധ്യായം 1-ാം പാദം 2-ാമത്തെ അധികരണം 2-ാമത്തെ സൂത്രം. 2-ാമത്തെ സൂത്രം ജന്മാദ്യസ്യയത. ജന്മാദ്യസ്യയത 2 വാക്കാ. ജന്മാദ്യസ്യയത. ആ ജന്മാദ്യസ്യയത എന്നതിനെ തന്നെ ഭാഗവതം 1-ാം ശ്ലോകത്തിലെ 1-ാമത്തെ വാക്യമായിരിക്കുന്നതിനാൽ ഭാഗവതത്തിലെ പ്രതിപാദ്യ വിഷയം ബ്രഹ്മമാണെന്ന് കാണിച്ചിരിക്കുന്നു. ഈ ഭാഗവതം ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇതൊരു ശാസ്ത്രഗ്രന്ഥമാണ്. ആ ശാസ്ത്രീയമായ ഗ്രന്ഥം അല്ലേ, ശാസ്ത്രീയമായ ഉപദേശങ്ങൾ, അതാണ് നമുക്ക് ഇഷ്ടപ്പെടാത്തത്. അതുകൊണ്ടാണ് നമ്മൾ ഭാഗവതം പഠിക്കാത്തതും. നാരായണ ഭട്ടതിരി വന്ന് ചോദിക്കണില്ല നിങ്ങളുടെ അടുത്ത്, നിങ്ങൾ എത്ര മിനിറ്റ് കൊണ്ട് നാരായണീയം വായിച്ചു, എത്ര അക്ഷരങ്ങൾ നിങ്ങൾ വിഴുങ്ങി, എത്ര അക്ഷരങ്ങൾക്ക് നിങ്ങൾക്ക് അർത്ഥം അറിയും? ചോദിക്കില്ല. വ്യാസരും വന്ന് ചോദിക്കില്ല. പിന്നെ ആരാ ചോദിക്കുക? ആരും ചോദിക്കില്ല. പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ ഉദാത്തമായ ശ്രേയസ് നിൽക്കുന്നത് അറിവിലാണ്. ഏത് പ്രതിസന്ധിനെയും തനിക്ക് ഫേവറബിളാക്കി തീർക്കുന്ന ഇൻഗ്രീഡിയൻ്റാണ് അറിവ്. ഒരു ഡോക്ടർ, സർജറി ചെയ്തവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. എന്നിട്ടും നമ്മൾ സർജൻ്റെ അടുത്ത് പോണില്ലേ? അപ്പോൾ ബ്രഹ്മമാണ് പ്രതിപാദ്യ വിഷയം. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറഞ്ഞത്? ബ്രഹ്മമെന്ന് പറഞ്ഞാൽ സ്വയം പ്രചരിച്ചു കൊണ്ടിരിക്കുന്നവൻ. ഏത് ക്ഷേത്രത്തിലും നെയ്യൊഴിച്ച് അല്ലേ, ഇപ്പോൾ തീപ്പെട്ടി കൊണ്ട് പിന്നെ എത്ര ക്ഷേത്രങ്ങൾ തിരി കൊടുത്തിട്ടുണ്ടെന്ന് അറിയില്ല. സിഗരറ്റ് ലൈറ്ററാണ്. പരമർശമുണ്ടോ? അതൊക്കെ ലെറ്റ് ഇറ്റ് ബി. പക്ഷെ നമ്മുടെ ഓരോരുത്തരും എത്ര വയസ്സ് വരെ ഇരിക്കുകയാണെങ്കിലും ഈ സ്വയം പ്രജ്വലിച്ചതിന് എണ്ണ ഒഴിക്കുന്നുണ്ടോ? തിരി നീട്ടുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ബ്രഹ്മമാരാ? നമ്മൾ തന്നെയാണ്. ആ അറിവാണ് അഹം ബ്രഹ്മാസ്മി. അഹം ബോധം, അഹങ്കാരമല്ല, അഹം ബ്രഹ്മാസ്മി എന്നുള്ള ബോധം. അത് ഏതൊരുത്തനും ഇപ്പോൾ ഒരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ ഒരു മുസ്ലിം സഹോദരൻ അല്ലെങ്കിൽ ഒരു നാസ്തികൻ അല്ലെങ്കിൽ ഒരു സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ ഇത് വായിച്ചാൽ, ഇത് പഠിച്ചാൽ അവർക്കൊക്കെ വെവ്വേറെ ബ്രഹ്മമുണ്ടോ? ഇല്ല. ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വാട്സപ്പിൽ ഒരു പോസ്റ്റ് കണ്ടു, വളരെ ഇൻട്രസ്റ്റിംഗ്. ഒരു ക്രിസ്ത്യാനിറ്റിയിൽ വിശ്വസിക്കുന്ന ആൾ പറയണു, ഇറസ്പെക്റ്റീവ് ഓഫ് ദി ഫാക്ട് ദാറ്റ് ഹീസ് എ ക്രിസ്ത്യൻ, ക്രിസ്ത്യാനിറ്റിയുടെ ബേസ് ഹിന്ദുയിസാണ്. അപ്പോൾ കാരണം എന്താ? ഒരു കാലത്ത് ഈ വേദങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് മനസ്സിലാക്കിയും കൊണ്ട് കുറച്ച് അനുയായികളെ ഉണ്ടാക്കാൻ സാധിക്കണത് എങ്ങനെയാണ്? അതിപ്പോൾ അമ്മയെ തല്ലിയാലും 2 അഭിപ്രായം എന്ന് പറയും. അമ്മയെ തല്ലിയാലും 2 അഭിപ്രായം. ആ തള്ളയ്ക്ക് കിട്ടണം 2 എണ്ണം എന്ന് പറയണവരുണ്ട്. എന്തായാലും കിട്ടിയത് ശരിയല്ല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അത് നമ്മൾക്ക് സുപ്രീം കോടതിനും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ലോക കോടതിക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. തല്ലിയവന് അനുഭവം വരുമ്പോൾ മാത്രമേ, ക്ലേശങ്ങൾ വരുമ്പോൾ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ധർമ്മത്തിനെ തെറ്റായിട്ട് അധർമ്മമായിട്ട് കാണിക്കുക, അധർമ്മത്തിനെ ധർമ്മമായിട്ട് കാണിക്കുക. ആര് കാണിച്ചു? അവർക്കാണ് പ്രശ്നം. അതുകൊണ്ടാണ് മലന്ന് കടന്ന് തുപ്പിയാൽ മാറത്ത് എന്ന് പറയും. മലന്ന് കടന്ന് തുപ്പിയാൽ മാറത്ത്. അത് ക്രിസ്ത്യനും മുസ്ലിമിനും പാർസിക്കും ഭട്ടതിരിക്കും പറയനും ഹരിജനും എനിക്കും നിങ്ങൾക്കും സ്ത്രീക്കും പുരുഷനും നപുംസകത്തിനും എല്ലാം ഒരേപോലെയാണ്. മലന്ന് കടന്ന് തുപ്പിയാൽ മാറത്ത്. അതാണ് വേദം, അതാണ് അറിവ്. അപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം, ഭാഗവതത്തിൻ്റെ പ്രതിപാദ്യ വിഷയം ബ്രഹ്മാണ്. അപ്പോൾ 3-ാമത്തെ അധികരണം 3-ാമത്തെ സൂത്രം ശാസ്ത്രയോനിത്വാത്
ഏത് ഈ ആദ്യത്തെ ശ്ലോകത്തിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ശാസ്ത്രയോനിത്വാത് എന്നതിനെ തേന ബ്രഹ്മ ഹൃദായ ആദികവയെ എന്ന വാക്യത്തിൽ നിബന്ധിച്ചു. അപ്പോൾ ബ്രഹ്മസൂത്രമാണത്. ഈ ഭാഗവതം ബ്രഹ്മസൂത്രം പഠിച്ച ഫലമാണ്. പക്ഷെ ബ്രഹ്മസൂത്രം എന്നുള്ളത് ആകെ ഒരു 200 പേജേ ഉള്ളൂ കിട്ടുമോ. പക്ഷെ അത് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഈ 12 സ്കന്ധമുള്ള ഭാഗവതം പഠിക്കണം. അപ്പോൾ ഈ പുരാണം സൃഷ്ടിക്കണത് എന്തിനു വേണ്ടിയിട്ടാണ്? പുരാണങ്ങൾ സൃഷ്ടിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വേദത്തിലുള്ള ശബ്ദങ്ങൾ 4-5 വാക്കായാൽ ഒരു വാചകമായി. അപ്പോൾ ആ ബ്രഹ്മസൂത്രത്തിനെ മുഴുവൻ സാധാരണക്കാരന് മനസ്സിലാക്കത്തക്ക വിധത്തിൽ വ്യാസർ എന്ത് ചെയ്തു? വിന്യസിച്ചു, വ്യാപിപ്പിച്ചു. അതുകൊണ്ടാണ് 14,000 ചില ശ്ലോകം, 18,000 ഗ്രന്ഥസംഖ്യ. ചിലവർ തട്ടിവിടും 18,000 ശ്ലോകം. 18,000 ശ്ലോകമല്ല, 18,000 ഗ്രന്ഥസംഖ്യ. ഇത്ര വാക്ക് കൂടിയാൽ ഒരു ഗ്രന്ഥസംഖ്യ എന്നൊരു പ്രമാണമുണ്ട്. അപ്പോൾ ആ എന്താണ് ജന്മാതിശയത എന്ന് കാണിച്ചതിനെയാണ് ശാസ്ത്രയോനിത്വാത് എന്നതിനെയാണ് തേനെ ബ്രഹ്മഹൃദായ ആദികവയെ എന്ന് പറഞ്ഞത് എന്ന വാക്യത്തിൽ നിബന്ധിച്ചിരിക്കുന്നു. 4ാമത്തെ സൂത്രം എന്താണ്? ബ്രഹ്മസൂത്രത്തിലെ തത്വസമന്വയാത് എന്നതിനെ അന്വയാദിതരതശ്ച എന്ന വാക്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ 3 സൂത്രങ്ങൾ കൊണ്ട് പൂർവപക്ഷ സിദ്ധാന്ത പക്ഷങ്ങളെ എടുത്തു കാണിച്ച് യാതൊരു സത്യവസ്തുവിനെ ഉറപ്പിച്ചിരിക്കുന്നുവോ? ഏത് സത്യവസ്തുവിനെ? ഈ ബ്രഹ്മമാകുന്ന സത്യവസ്തുവിനെ ഉറപ്പിച്ചു. എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ ഉള്ള ആ ജീവനെയാണ് ബ്രഹ്മം എന്ന് പറഞ്ഞത് എന്ന് ഉറപ്പിച്ചു. അപ്പോൾ അതിനെ തന്നെയാണ് മറ്റൊരു പ്രകാരത്തിൽ ധ്യേയവസ്തുവായിട്ട്, ധ്യാനിക്കുന്ന വസ്തുവിനെയാണ് ധ്യേയവസ്തു, അല്ലാണ്ട് കഴിക്കാനുള്ളതല്ല. ധ്യാനിക്കുക. അപ്പോൾ ധ്യാനിക്കണമെങ്കിൽ എന്തൊക്കെ വേണം? ഏകാഗ്രത വേണം. അതിനാണല്ലോ ഈ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ആ ധ്യേയവസ്തുവായിട്ട് ഭാഗവത ആരംഭത്തിൽ കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഭാഗവതത്തിൽ ആദ്യത്തിൽ തന്നെ ധ്യേയവസ്തുവിനെ പറ്റി പറഞ്ഞിട്ടും ധ്യാനിക്കുന്ന എത്ര ആൾക്കാരുണ്ട്? ധ്യാനമാണ് ഭാഗവതം, ബ്രഹ്മമാണ്, ബ്രഹ്മത്തിൻ്റെ സ്വരൂപമാണ് ഭാഗവതം. ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ ഒരു 3 മാസം മുമ്പ് ഒരു സപ്താഹം ഉണ്ടായി. അപ്പോൾ അതിൽ പങ്കെടുത്ത ഒരാൾ പറയാണ്, ഇവിടുത്തുകാർക്ക് വേദാന്തമൊന്നും അറിയില്ല, അതുകൊണ്ട് നിങ്ങളൊരു ഒഴുക്കൻ മട്ടിൽ വായിച്ച കഥ പറഞ്ഞ് പോയിക്കോളൂന്ന്. അങ്ങനെയാണ് എല്ലാ സ്ഥലത്തും. കാരണം അതാത് നാട്ടിൽ ഭാഗവതം അഗാധമായി പഠിച്ചിട്ടുള്ളവർക്കല്ലേ ഇതിനെ പറ്റി അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്നോട് പറഞ്ഞ മാന്യ വ്യക്തിയോട് ഞാൻ പറഞ്ഞു, അത് നമ്മുടെ മോശമാണ്. നമ്മൾ അഗാധത്തിൽ പഠിച്ചിട്ടുണ്ട് എന്നുള്ള ബോധ്യം നമുക്കില്ലല്ലോ, നമ്മൾ പഠിച്ചിട്ടുമില്ലല്ലോ. അപ്പോൾ എപ്പോഴും നമ്മൾ അങ്ങനൊരു കോമൺ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരാൻ പാടില്ല. കാരണം ഭാഗവതം പഠിച്ച് അതിൽ ആനന്ദിച്ചുകൊണ്ടിരിക്കുന്ന ഞാനും കൂടിയും ഈ സമൂഹത്തിലുണ്ട്, ഈ നാട്ടിലുണ്ട്. അപ്പോൾ എന്തായി? പറഞ്ഞവരുടെ പൊള്ളത്തരായിട്ട് മാറിയത്. പറഞ്ഞവരിലും ഈ ധ്യേയവസ്തു ഉണ്ട്, ഈ കേട്ട എന്നിലും ധ്യേയവസ്തു ഉണ്ട്. പക്ഷെ ആര് ധ്യാനിക്കണു? ഞാൻ ധ്യാനിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്കത് തെറ്റായി തോന്നി. അത് കേട്ടവർക്ക് അത് സത്യമായി തോന്നി. കാരണം എന്താ? അവർ ധ്യാനിക്കണില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ധ്യേയവസ്തുവായിട്ട് ഭാഗവതാരംഭത്തിൽ കാണിച്ചിരിക്കുന്നത്. ആ ആദ്യ ശ്ലോകത്തെ ശരിയായും സ്പഷ്ടമായും വ്യാഖ്യാനിക്കുന്ന പക്ഷം മുകളിൽ കാണിച്ച 3 സൂത്രങ്ങളുടെ ഭാഷ്യത്തിൽ അടങ്ങിയ സാരാംശത്തെ വിസ്തരിക്കണം. ആര് വിസ്തരിക്കണം? സപ്താഹത്തിൽ വിസ്തരിക്കാൻ പറ്റില്ല. പിന്നെയോ നല്ലൊരു ഗുരുനാഥനെ കണ്ടുപിടിച്ച് പഠിക്കണം, ഭാഗവതം പഠിക്കണം.
അപ്പോഴേ ഇത് വരുള്ളൂ. അപ്പോൾ എല്ലാവരും മൂലഗ്രന്ഥം വാങ്ങി വായിക്കാൻ മാത്രം പഠിച്ചാൽ മതിയോ? മൂലഗ്രന്ഥം വാങ്ങി പഠിച്ച് ആചാര്യനായിട്ടുള്ള ആൾക്കാരുണ്ട്, മൂലഗ്രന്ഥം വാങ്ങി പഠിച്ച് പൗരാണികനായിട്ടുള്ള ആൾക്കാരുണ്ട്. മൂലഗ്രന്ഥത്തിൽ ഇങ്ങനൊക്കെ ഇതിൽ ആഖ്യാനം ഉണ്ട് എന്നുള്ളത് എത്ര ആൾക്കറിയാം? അതിൽ ഉണ്ടവന് പായ കിട്ടാഞ്ഞിട്ട് ഉണ്ണാത്തവന് ഇല കിട്ടാഞ്ഞിട്ട് എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ ഉണ്ണാത്തവന് ഇല കിട്ടാത്ത അവസ്ഥ നമുക്ക് ഉണ്ടാവണം. എന്ത്? ഭാഗവതം അറിയാതെ കണ്ട് എൻ്റെ ജന്മം കുറുകാൻ പാടില്ല എന്നുള്ളൊരു ധാരണ ഓരോരുത്തർക്കും ഉണ്ടാവണം. അപ്പോൾ ഭാഗവതം അറിഞ്ഞാൽ എന്താ ഗുണം? പുനരഭിജനനം പുനരഭിമരണം ഇല്ലാത്ത അവസ്ഥ. അതിനാണ് മുമുക്ഷുത്വം, മോക്ഷപ്രാപ്തി എന്ന് പറയും. അപ്പോൾ സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ, ആ ശ്ലോകം വരുമ്പോൾ പറയും നമ്മളൊക്കെ ആരാ? സംസാരികളാണ്. പക്ഷെ സംസാരികളായിരിക്കുന്നവർക്കാണ് മോക്ഷം, അല്ലാണ്ട് ദേവന്മാർക്കല്ല. അപ്പോൾ ആ മോക്ഷം പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ ബ്രഹ്മാനുസന്ധാനം, ബ്രഹ്മത്തിൽ ചരിക്കണം, ബ്രഹ്മാനുഭൂതി അനുഭവിക്കണം. ബ്രഹ്മാനുഭൂതി അനുഭവിക്കാൻ മാളിൽ പോയി വലിയ വലിയ സിനിമാ തിയേറ്ററിൽ 100 റുപ്യ 150 റുപ്യ കൊടുത്തിരുന്നിട്ട് കാര്യമില്ല 1.5 മണിക്കൂറിന്. അതുകൊണ്ട് പറയണു, അപ്പോൾ വ്യാഖ്യാനം തന്നെ ദീർഘിക്കും. അതുകൂടാതെ കഴിപ്പാൻ കഴിയുന്ന വിധം സംഗ്രഹ രൂപത്തിൽ ആദ്യം എഴുതിയ സാരാംശത്തെ ഒന്നുകൂടി വിസ്തരിക്കാം. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് പലർക്കും ബോറടിച്ചിട്ടുണ്ടാവും. എനിക്ക് ബോറടിക്കില്ല. കാരണം എന്താ? എനിക്ക് ഇത് അമൃതമാതിരി തോന്നും. കാരണം എന്താ? ഞാൻ അതിൽ ഇൻട്രസ്റ്റാണ് എല്ലാറ്റിനും. കാരണം എന്താ? ആറ്റിറ്റ്യൂഡ്. ഈ സബ്ജക്റ്റിലുള്ള ആറ്റിറ്റ്യൂഡാണ് നമ്മളെ ബ്രഹ്മത്തിലേക്ക് അടുപ്പിക്കുന്നത്, അല്ലെങ്കിൽ ബ്രഹ്മമാണെന്ന് മനസ്സിലാക്കിപ്പിക്കുന്നത്. മനസ്സിനും വാക്കിനും വിഷയമല്ലാത്തതും അനുഭവത്താൽ മാത്രം അറിയേണ്ടതുമായ ബ്രഹ്മത്തെ, സത്യം പരം, 3 കാലത്തിലും ഉള്ളതും കാണപ്പെടുന്നതും കേൾക്കപ്പെടുന്നതുമായ സകലത്തെയും അതിക്രമിച്ചിരിക്കുന്നതുമാണ് ബ്രഹ്മം. അതുകൊണ്ടാണ് സർവവ്യാപി, സർവജ്ഞൻ എന്നൊക്കെ ഈശ്വരനെ പറയാൻ കാരണം എന്താ? ബ്രഹ്മത്തിനെ പറയാൻ കാരണം എന്താ? ഈ 3 ലോകത്തിനെയും അതിജീവിച്ചിട്ടുണ്ട്. ഏത് 3 ലോകത്തിനെ? പിന്നെ ജാഗ്രത, സ്വപ്ന, സുഷുപ്തി. അപ്പോൾ എന്ന സ്വരൂപത്തെ നിർണയിച്ചു. ഇതിന് സ്വരൂപലക്ഷണം എന്നാണ് പറയുക. സ്വരൂപലക്ഷണം, ബ്രഹ്മത്തിൻ്റെ സ്വരൂപലക്ഷണമാണ് ഇതുവരെ പറഞ്ഞത്. അപ്പോൾ ഭൂതകാലത്തിലും ഭാവി കാലത്തും ഇല്ലാത്തതും വർത്തമാനകാലത്തിൽ ഉള്ളതുപോലെ കാണപ്പെടുന്നതുമായ ചരാചരാത്മകമായ ലോകം സത്യമല്ല. ഇതൊരു സ്റ്റേറ്റ്മെൻറ്റാണ്, പ്രസ്താവനയാണ്. ചോദ്യവുമല്ല ഉത്തരവുമല്ല, പ്രസ്താവനയാണ്. അപ്പോൾ ഭൂതകാലത്തിലും ഭാവി കാലത്തിലും ഇല്ലാത്തതും വർത്തമാനകാലത്തിൽ ഉള്ളതുപോലെ കാണപ്പെടുന്നതുമായ ചരാചരാത്മക ലോകം, ഈ ചരാചരാത്മക ലോകം, ചരിക്കുന്നതും ചരിക്കാത്തതുമായ വസ്തുക്കളിൽ ആത്മാവുണ്ട്. മരം ചരിക്കണില്ല, പക്ഷെ അതിലെന്തുണ്ട്? ആത്മാവുണ്ട്. അതുകൊണ്ടാണത് വളരണത്. പക്ഷെ നമ്മൾക്ക് മുറിപ്പെടുമ്പോൾ വേദനയുണ്ട്. മരങ്ങളുടെ മുറിവ് നമ്മൾ അറിയണില്ല, മരത്തിലുണ്ടാവും. പറഞ്ഞോ? അപ്പോൾ ഈ എന്താ പറയുക, ഈ ലോകം മിഥ്യയാണ് എന്ന് പറയാൻ കാരണം ഈ ചരാചരാത്മക ലോകം സത്യമല്ല എന്ന പ്രസ്താവനയാണ്. ഞാൻ ആരുടെ ഭാര്യയായിട്ടും അല്ലെങ്കിൽ ഞാൻ ആരുടെ ഭർത്താവായിട്ടും എനിക്ക് കാര്യമില്ല. എൻ്റെ ഭർത്താവ്, സ്ത്രീയുടെയും പുരുഷൻ്റെയും ഭർത്താവ് ഭരിക്കുന്നത് ആരാ? ബ്രഹ്മമാണ്. ബ്രഹ്മമായിട്ട് തീർന്നാൽ നമ്മൾക്ക് എന്തില്ല? സന്താപങ്ങളില്ല. ഇപ്പോൾ കോടീശ്വരൻ്റെ ഭാര്യയായാൽ എനിക്ക് ധാരാളം സ്വർണം ഉണ്ടാവാം, അല്ലെങ്കിൽ ധാരാളം രത്നങ്ങൾ ഉണ്ടാവാം. അയാൾ കള്ളു കുടിച്ച് വന്നിട്ട് 4 തേമ്പുമ്പോൾ നമുക്ക് സ്വർണത്തിനോട് താല്പര്യം ഉണ്ടാവുമോ? രത്നത്തിനോട് താല്പര്യം ഉണ്ടാവുമോ? ആരാണ് സ്നേഹമസൃണമായിട്ട് പരിചരണ ബുദ്ധിയോടുകൂടി സ്ത്രീയെ സ്വീകരിക്കുന്നത്? ആ വ്യക്തിയിലല്ലേ താല്പര്യം ഉണ്ടാവുക? അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം ഈ സംസാരം മിഥ്യയാണ് എന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ നമുക്ക് താല്പര്യം ഉണ്ടാവുമോ? ഇല്ല. അതുകൊണ്ടാണ്. എന്നാൽ അസത്യമോ? അതുമല്ല, അസത്യമല്ല. ദുഃഖം തരുന്നത് മാത്രമാണ്.
പിന്നെ എങ്ങനെയുള്ളതാണ് ലോകം എന്ന് ചോദിക്കുന്നതായാൽ സ്വരൂപനിർണയം ചെയ്യുവാൻ ശാസ്ത്രീയ രീതിയെ അനുസരിക്കുന്നവർക്ക് സാധിക്കുകയില്ല. അതായത് ശാസ്ത്രീയ രീതിയെ അനുസരിക്കുന്നവർക്ക് സാധ്യമല്ല. കാരണം എനിക്ക് എന്തില്ല താല്പര്യം, ആ താല്പര്യം ആയിക്കോളണമെന്നില്ല എൻ്റെ ഒപ്പമുള്ളവർക്ക്, നിങ്ങളുടെ ഒപ്പമുള്ളവർക്കും. അപ്പോൾ അത് ഏകപക്ഷീയമാണ്. അപ്പോൾ ഭാഗവതം ശരിക്കും പറഞ്ഞാൽ തെങ്ങിൻ്റെ മുകളിൽ വെച്ച് പറയേണ്ടതല്ല. പിന്നെയോ സ്വയം വായിച്ച് പഠിക്കണം. എന്നിട്ട് മനസ്സിലാക്കണം, ഞാൻ രാവണ ബുദ്ധി ആവണോ അതോ കൃഷ്ണബുദ്ധി ആവണോ, ഞാൻ ശ്രീരാമബുദ്ധി ആവണോ, ഞാൻ കൈകേയി ബുദ്ധി ആവണോ, ക്യാരക്ടർ ആവണോ, അവരവരാണ് നിശ്ചയിക്കാൻ. ഞാൻ വരുണനല്ല, ഞാൻ കുബേരനാവണം എന്ന് നമുക്ക് താല്പര്യപ്പെടാം. പക്ഷെ കുബേരൻ്റെ മക്കളാണ് മരങ്ങളായിട്ട് ശാപം വാങ്ങിയത്. ഉലൂകലബന്ധൻ എന്ന് പറയും. ദാമോദരൻ എന്ന പേരിന് അർഹമായിട്ടുള്ളത് എന്താണെന്നാ പറയുക, പൂളമരങ്ങളായിട്ട് നിന്നു അവർ. അപ്പോൾ പിന്നെ എന്താണെന്നാ പറയുക, കുബേരന് സന്തോഷം ഉണ്ടാവുമോ? ഇല്ല. അതാണ് പുത്രദുഃഖം. അപ്പോൾ പറഞ്ഞു വന്നത്, അതിനാൽ അനിർവാച്യം, നിർവചിപ്പാൻ ലക്ഷണം പറഞ്ഞുറപ്പിക്കുവാൻ കഴിയാത്തത് അനിർവാച്യം. ഭക്തി എന്താ? അനിർവാച്യം. ഞാൻ എന്ത് അനുഭവിക്കണോ എന്നുള്ളത് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കില്ല. കാരണം എന്താ? അനിർവാച്യം. അവരവരനുഭവിക്കണം. അപ്പോൾ അനിർവാച്യമായ വസ്തുവിനെ എങ്ങനെ നമ്മൾ മയക്കക്കൂടെ പറഞ്ഞ് ഒരു മെസ്മറിസം ഒരു സമൂഹത്തിലുള്ളവരെ എല്ലാവരെയും നമുക്ക് ഒറ്റയടിക്ക് എങ്ങനെ നേരാക്കാൻ പറ്റുമോ? ഇല്ല. സ്വയം നേരാവുക. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇതിൽ പറയുന്ന പാരാമീറ്റേഴ്സ് ഒക്കെ തന്നെ അവരവരെ അളക്കാനുള്ളതാണ്, മറ്റുള്ളവരെ അളക്കാനുള്ളതല്ല. ടൈലർക്ക് സ്വയം അളക്കാൻ പറ്റില്ല. ടൈലറുടെ ഷർട്ടിന് വേറൊരാളെ അളക്കണം. അതാണ് ഭൗതികം. ഇത് ആധ്യാത്മികത്തിൽ അവരവർക്ക് അറിയാം അവരവരുടെ സ്റ്റാറ്റസ് എന്താണ്. അപ്പോൾ അനിർവാച്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിർവചിക്കാൻ സാധിക്കാത്തത് എന്നാണ് സമാധാനം. അങ്ങനെ സമാധാനിക്കാനേ പറ്റുള്ളൂ. വാസ്തവമല്ലാത്തതും വർത്തമാനകാലത്തിൽ വ്യവഹാരയോഗ്യവുമായ ലോകത്തെ, വാസ്തവമല്ല എന്നാൽ വ്യവഹാര ലോകത്ത് ഉണ്ട്. അപ്പോൾ ദേഹം ലോകത്തെ, അതാണ് ദേഹം, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, ആകാശാദി പഞ്ചഭൂതങ്ങൾ, ശബ്ദാദി പഞ്ചസുഖവിഷയങ്ങൾ, ഇല്ലേ? ശബ്ദാദി നല്ല കണ്ണേ കരളെ വിളിക്കുമ്പോൾ എന്തൊരു സുഖ, മൂദേവി മൂദേവ എന്ന് വിളിക്കുമ്പോൾ സുഖമുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് ശബ്ദാദി പഞ്ചസുഖ വിഷയങ്ങൾ എന്നിവയുടെ സമൂഹത്തെ മിഥ്യാവസ്തുവെന്നാണ് പറഞ്ഞു വരുന്നത്. ഈ ജാഗ്രതാവസ്ഥയിൽ നമ്മൾ അനുഭവിക്കുന്ന സുഖം മിഥ്യാവസ്തുവാണ്. എന്നാലോ കണ്ണടച്ച് ബ്രഹ്മാനന്ദത്തിലിരിക്കുന്ന ആ ഒരു സ്റ്റേറ്റിൽ നമ്മളെ തന്നെ അറിയാത്തത് ഭഗവാനും ഭക്തനും ഭക്തിയും കൂടി ഒന്നായിരിക്കുന്നൊരവസ്ഥയുണ്ട്. അത് കള്ളു കുടിച്ചിട്ടുണ്ടാവണതല്ല, കഞ്ചാവ് വലിച്ചിട്ടുണ്ടാവണതല്ല, അഹിംസയിൽ നിന്നുണ്ടാവണതല്ല, അല്ല ഹിംസയിൽ നിന്നുണ്ടാവണതല്ല, സോറി ഹിംസയിൽ നിന്നുണ്ടാവില്ല. അഹിംസയിൽ നിന്നാണ് സന്തോഷം ഉണ്ടാവുന്നത്. ആരെയും ഉപദ്രവിക്കാതെ കണ്ടിരിക്കുക. അപ്പോൾ ഈ മിഥ്യാവസ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ്? ജഡവും പ്രവർത്തിപ്പാൻ കഴിയാത്തതുമാണ്. പ്രവർത്തിക്കാൻ സാധിക്കണമെങ്കിൽ എന്ത് വേണം? ആത്മാവ് ഉള്ളിലുണ്ടാവണം, ഒരു എനർജി ഉണ്ടാവണം, വേണ്ടേ? ശവത്തിന് എനർജി ഇല്ല. അതുകൊണ്ടാണ് അത് ദേഹേന്ദ്രിയാദികൾ പ്രവർത്തിച്ചു കാണുന്നതുമുണ്ട്. അതിന് കാരണം ചൈതന്യ സംബന്ധം. ഈ കയ്യും കാലും മനസ്സും കണ്ണും മൂക്കും ഒക്കെ പ്രവർത്തിക്കുന്നത് എന്താ? ചൈതന്യ ബന്ധം. ആ ചൈതന്യ ബന്ധം ഒരു ഡോക്ടർക്ക് തരാൻ പറ്റുമോ നമുക്ക്? ഒരു എൻജിനീയർക്ക് തരാൻ പറ്റുമോ നമുക്ക്? ഇല്ല. അച്ഛനും അമ്മയ്ക്കും തരാൻ പറ്റും ചൈതന്യ ബന്ധം. അതെങ്ങനെ? അച്ഛൻ്റെ ശുക്ലാണ് അമ്മയുടെ ഗർഭത്തിൽ വലുതാവണത്. അപ്പോൾ ഒരു ബ്രഹ്മചൈതന്യമുള്ള ഒരാൾക്ക് ബ്രഹ്മചൈതന്യ ഒരാളെ സൃഷ്ടിക്കാൻ പറ്റും.
ശരിയോ തെറ്റോ? ശരിയോ തെറ്റോ? വേണമെങ്കിൽ നിങ്ങൾ പറയും ടെസ്റ്റ് ട്യൂബ് ബേബീനെ പറ്റി പറയും. പക്ഷെ ആ ടെസ്റ്റ് ട്യൂബ് ബേബിയിലും വേറൊരാളുടെ ശുക്ലത്തിനെ എടുത്തിട്ടല്ലേ ടെസ്റ്റ് ട്യൂബിൽ വളർത്തുന്നത്. ഇത് ഇപ്പോൾ ഇത്ര നേരം 50 മിനിറ്റായി. ഇപ്പോൾ ഇത്ര നേരം ഒരു 47 മിനിറ്റ്, ഒരു 3 മിനിറ്റ് ഞാൻ ശ്ലോകങ്ങൾക്കൊക്കെ വേണ്ടി ചിലവാക്കി വിചാരിക്കാം. അപ്പോൾ ഈ 47 മിനിറ്റ് ഞാൻ പറഞ്ഞ വാക്കുകൾ ശാസ്ത്രീയമായിട്ടുള്ളതല്ലേ? അപ്പോൾ നമുക്ക് മനസ്സിലാക്കിക്കൂടെ ഇത് ശാസ്ത്രീയ ഗ്രന്ഥമാണെന്നുള്ളത്? ഇത് മനസ്സിലാക്കാതെ കണ്ട് ഇതിനെ അറിയാൻ ശ്രമിച്ചിട്ടില്ലെങ്കിൽ ആർക്കാ നഷ്ടം? അവരവർക്ക്. എനിക്ക് നഷ്ടമില്ല. ഈ ശാസ്ത്രീയ ഗ്രന്ഥത്തെ നിങ്ങൾ ഉൾക്കൊണ്ടില്ലെങ്കിൽ ആർക്കാണ്? എനിക്ക് ഫീസ് തരുന്നില്ല, എനിക്ക് നിങ്ങളുടെ ഫീസ് വേണ്ട. പക്ഷേ എനിക്ക് ആഗ്രഹം എന്താണ്? നിങ്ങളിത് പഠിക്കണം എന്നുള്ളത്. കാരണം എന്താ? ഇത് ദൈവികമായിട്ടുള്ള കാര്യമാണ്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ചൈതന്യബന്ധം ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ റൊബോട്ടിക് അടക്കം പണി മുടക്കണു ഇല്ലേ? റൊബോട്ടിക് ഒരു മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ടാണല്ലോ റൊബോട്ടിക്കിനെ ഉണ്ടാവണത് ഇല്ലേ? ചില ഹോട്ടലിൽ പോയി നമ്മൾ എന്തൊക്കെ വേണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ടേബിളിലേക്ക് നമ്പർ പ്രകാരം ടേബിൾ നമ്പർ ഇട്ടുണ്ടാവും. റോബോട്ട് വന്നിട്ടാണ് സാധനങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. അത് നമ്മൾ വാങ്ങാം. പക്ഷേ ഇതിന് രുചിയില്ല എന്ന് പറഞ്ഞാൽ റോബോട്ട് കേൾക്കുമോ? അമ്മയോ സഹോദരിയോ ഭാര്യയോ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ മെയ്ഡ് സെർവൻ്റോ ഉണ്ടാക്കുന്ന ആഹാരത്തിന് നമുക്ക് അവരോട് പറയാം, അവരത് കറക്റ്റ് ചെയ്യാൻ പറ്റും അവർക്ക്. ഇപ്പോൾ ചട്നിയിൽ കുറച്ച് ഉപ്പ് ജാസ്തിയായി, സ്നേഹനിധിയായിരിക്കുന്ന ഏട്ടത്തി അമ്മ അല്ലെങ്കിൽ അമ്മ ഭാര്യ അതിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് ചുടുവെള്ളം ചേർത്തിട്ട് തന്നാൽ നമുക്ക് ശരിയായി. റോബോട്ടിന് പറ്റുമോ? പറ്റില്ല. അപ്പോൾ ചൈതന്യബന്ധമുള്ളത് കൊണ്ടാണ് ഒരാൾ ആരാച്ചാരാവണതും ഒരാൾ വധിക്കപ്പെടുന്നതും തൂക്കി കൊല്ലപ്പെടുന്നതും. എന്തുകൊണ്ടാണ്? ചൈതന്യബന്ധം. ചൈതന്യമില്ലാത്ത ആളെ തൂക്കി കൊല്ലാൻ പറ്റുമോ? പറ്റില്ല. ഐ ആം സോ ബ്ലെസ്ഡ്. കാരണം ഈ ക്യാമറ നോക്കിയിട്ട് എനിക്ക് എൻ്റെ ഉള്ളിലുള്ള ചൈതന്യം ഇത്രയും ആശയങ്ങൾ എൻ്റെ വായയിൽ കുത്തിത്തിരിക്കി തരുന്നില്ലേ? ഐ ആം ബ്ലെസ്ഡ്. അത് ഞാൻ അത്രേ പറയുന്നുള്ളൂ. എന്താ എൻ്റെ നേട്ടം? നിങ്ങൾ ആരെങ്കിലും ഇത് മനസ്സിലാക്കി രക്ഷപ്പെട്ടാൽ അതിൻ്റെ 1/6 എനിക്ക് കിട്ടും ബ്ലെസ്സിങ് ആയിട്ട്. എന്തിനാ ബ്ലെസ്സിങ്? കാശിനല്ല. പുനരഭി ജനനം പുനരഭി മരണം ഇല്ലാത്തൊരവസ്ഥയെ പ്രാപിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ചൈതന്യബന്ധം കൊണ്ടാണ് നമ്മൾക്ക് എന്തുണ്ടാവണത്? ചരാചരാത്മകമായ ലോകം ചൈതന്യത്തെ ബ്രഹ്മത്തെ ആശ്രയിച്ചിട്ടാണ് ഉണ്ടായി നിലനിന്ന് വരുന്നത്. ലയിക്കുന്നതും ബ്രഹ്മത്തിൽ തന്നെ. അചേതന വസ്തുക്കളുടെ ഉൽപ്പാദ്യാദികൾക്ക് കാരണം ആശ്രയവുമായ ഒരു സത്യവസ്തു ഉൽപ്പത്തി സ്ഥിതി ലയാദികളില്ലാതിരിക്കുന്ന നിർവികാര ബ്രഹ്മം. ഈ ബ്രഹ്മ നിർവികാരമാണ്. എന്നാൽ ബ്രഹ്മം ഉള്ളത് കൊണ്ടാണ് ശരീരത്തിന് വികാരം ഉണ്ടാവുന്നത്. മരിച്ചൊരു ആൾക്ക് വികാരം കൊള്ളാൻ പറ്റുമോ? ആരൊക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കണത് വായയിൽ? മതിയെന്നോ വേണ്ടാന്നോ പറഞ്ഞിട്ടുണ്ടോ? ഇത്ര ആലോചിച്ചാൽ മതി. ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ പരിപ്പ് വട വേണം പറഞ്ഞാൽ കൊടുക്കില്ല. കാരണം നമ്മൾ പറയും വയസ്സന് ഇപ്പോൾ പരിപ്പ് വട തിന്നാത്ത കുഴപ്പമാണ് അത്ര. മലമൂത്ര വിസർജനം ആര് നേരാക്കുന്ന? അവിടെയാണ് നമ്മുടെ ഭക്തിയുടെ ശോഷണം. ഭക്തി നമുക്ക് നശിച്ചു. ഭക്തി ഉണ്ടെങ്കിൽ നമ്മൾ നേരാക്കും. അപ്പോൾ നിർവികാര ബ്രഹ്മം ഉണ്ടെന്ന് ഇങ്ങനെ ധരിക്കണം. എല്ലാറ്റിനും ഇങ്ങനെ ധരിക്കണം. ലോകത്തിൻ്റെ ഉൽപ്പത്തിയാദികൾക്ക് കാരണമായത് എന്ന ലക്ഷണത്തിന് തടസ്ഥ ലക്ഷണം എന്ന് പേർ. സ്വരൂപലക്ഷണവും തടസ്ഥ ലക്ഷണവും കൊണ്ട് സത്യവസ്തു സൽഭാവത്തെ ജന്മാദിസ്യ യതോ അന്വയാദിതരതശ്ചാർത്തേഷു എന്ന വാക്യത്തിൽ ഉറപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ നിർത്താം. ഇനിയും 7 പേജുണ്ട്. ഈ ഒരൊറ്റ ശ്ലോകം മാത്രം ഇട്ടുമോ? പിന്നൊക്കെ വേഗം പോകും. അതുകൊണ്ട് നിങ്ങളാരും പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല, ഭയപ്പെടേണ്ട ആവശ്യമില്ല. കേൾക്കൂ, 1 2 പ്രാവശ്യം കേൾക്കൂ. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസുകൾ നിർലോഭമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.